താങ്കളുടെ ഈ അഭിമുഖത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി നൂലമാശി പറയുന്നുണ്ട്. അദ്ദേഹം ഒരതൃപ്തിയില്ല, ഇറങ്ങി പറയേണ്ട ആവശ്യമില്ല. അല്ലല്ല, ഒരതൃപ്തിയും ഇല്ല. അദ്ദേഹം പാർട്ടി സ്വയം വിമർശനം ഇല്ല, ചാനലും പറയേണ്ട ആവശ്യമില്ല. അതെ, അല്ലല്ല, ഇതിലെ പ്രശ്നം എന്താ? അതൃപ്തി ഇപ്പൊ അറിയിക്കേണ്ടത് വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച ഓഹരി കൈമാറ്റം സംബന്ധിച്ചാണ്. അത് ഈ വിമത MLA-മാർ പറയുമോ? ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്താൽ സ്വാഭാവികമായും പറ്റിയ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഒരു അവസരമായി മാറും. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി രംഗത്ത് വരുമോ? മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമോ? ഇവിടെ സതീശൻ അദാനി കൂട്ടുകെട്ടാണ്. അതിൻ്റെ ഡീലാണ് നാം ഈ ഓഹരി കൈമാറ്റത്തിൽ കണ്ടത്. അപ്പോൾ ആ ഡീലിനെ കുറിച്ച് എന്താണ് ഈ 3 വിമത MLA-മാരുടെ അഭിപ്രായം? കാരണം ധാർമ്മികമായി ആ ചോദ്യം ഉന്നയിക്കാൻ നിങ്ങൾക്ക് ചുമതലയുണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്താൽ സ്വാഭാവികമായും പറ്റിയ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഒരു അവസരമായി മാറും. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി രംഗത്ത് വരുമോ? മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമോ? ഇതാണ് അവർ വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. അവർ തിരുത്താനുള്ള അവസരം UDF തന്നെ ഒരുക്കിയിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ വർഗവഞ്ചന തന്നെയാണ് അവർ തുടരുന്നത് എന്നത് ഇതൊന്നും അവർ ചെയ്യാത്തിടത്തോളം കാലം ജനങ്ങൾ കരുതും.